സിപിഎമ്മിന്റെ സംഘടനാ നടപടി നേരിട്ട പി.കെ. ശശി 2 ചുമതലകളിൽ നിന്ന് കൂടി നീക്കിയിരിക്കുകയാണ് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റാണ് നടപടി സ്വീകരിച്ചത്. CITU ജില്ലാ പ്രസിഡന്റ്, ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് എന്നീ സ്ഥാനങ്ങളിൽ നിന്നാണ് ജില്ലാ നേതൃത്വം ശശിയെ മാറ്റിയത്. ശശിക്ക് പകരം ജില്ലാ കമ്മിറ്റി അംഗം PN മോഹനൻ CITUവിന്റെ ജില്ലാ പ്രസിഡന്റ് ആകും. TM ശശി ചുമട്ടുതൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ആകുന്നതാണ്. KTDC ചെയർമാൻ സ്ഥാനത്ത് തുടരുന്ന പി.കെ. ശശിയെ മാറ്റുന്ന കാര്യം സർക്കാർ തീരുമാനിക്കട്ടെ എന്നാണ് ജില്ലാ സെക്രട്ടേറിയറ്റ് നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പി.കെ. ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയത്. നേരത്തെ പി.കെ. ശശിക്കെതിരായി CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ച അച്ചടക്ക നടപടിക്ക് സംസ്ഥാന നേതൃത്വം അംഗീകാരം നൽകിയിരുന്നു. തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി പദവികളിൽ നിന്നും പി.കെ. ശശിയെ ഒഴിവാക്കാനായിരുന്നു തീരുമാനം. ഇതോടെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന ശശിയെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തുകയായിരുന്നു. KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും പി.കെ. ശശിയെ മാറ്റണമെന്ന് പാലക്കാട് CPM സെക്രട്ടേറിയറ്റിൽ നേരത്തെയും ആവശ്യം ഉയർന്നിരുന്നതാണ്. സംസ്ഥാന നേതൃത്വത്തിന് ജില്ലാ നേതൃത്വം ഇത് സംബന്ധിച്ച് ശുപാർശ നൽകിയിരുന്നു. പി.കെ. ശശിയെ CITU നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യവും നടപടിക്ക് പിന്നാലെ ഉയർന്നു വന്നിരുന്നു. KTDC ചെയർമാൻ പദവി രാജിവെക്കേണ്ടതില്ലെന്നായിരുന്നു നേരത്തെ പി.കെ. ശശിയുടെ പ്രതികരണം. പി.കെ. ശശിക്കെതിരെ നടത്തിയ അന്വേഷണത്തിൽ ഗുരുതര അച്ചടക്ക ലംഘനം CPM കണ്ടെത്തിയിരുന്നു. ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടില്ലാത്ത സാമ്പത്തിക തിരിമറിയും സ്വജനപക്ഷ നിലപാടും പി.കെ. ശശി സ്വീകരിച്ചുവെന്ന് നേരത്തെ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ വിമർശനമുയർന്നിരുന്നു. പി.കെ. ശശിയുടെ പ്രവർത്തനം പാർട്ടിയോട് ചർച്ച ചെയ്യാതെയാണ്. മണ്ണാർക്കാട് യൂണിവേഴ്സൽ സഹകരണ കോളേജിനായി പണം പിരിച്ചത് പാർട്ടിയെ അറിയിച്ചില്ലെന്നുമായിരുന്നു പ്രധാന വിമർശനം. ഏരിയ കമ്മിറ്റി ഓഫീസ് നിർമ്മാണ ഫണ്ട് സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഗുരുതരമായ വീഴ്ചയാണ്. പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾ വ്യക്തിഗത താൽപര്യങ്ങൾക്ക് ഉപയോഗിച്ചു. സഹകരണ ബാങ്കുകളിൽ ഇഷ്ടക്കാരെ തിരികെ കയറ്റിയെന്നും അടക്കമുള്ള വിമർശനങ്ങൾ CPM പാലക്കാട് ജില്ലാ കമ്മിറ്റിയിൽ ഉയർന്നിരുന്നു. അതേസമയം പാലക്കാട്ടെ CPMനുള്ളിലെ കരുത്തനായിരുന്ന പി.കെ. ശശിക്കെതിരെ പാർട്ടി ശക്തമായ നടപടി കൈക്കൊള്ളുമ്പോഴും കണ്ടില്ലെന്ന് നടിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിൽക്കുകയാണ്. പാർട്ടിയിലെ ഫണ്ട് തട്ടിപ്പിൽ ആരോപണ വിധേയനായ പി.കെ. ശശിക്കെതിരെ ഇനിയും യാതൊരു നടപടിയും മുഖ്യമന്ത്രി കൈക്കൊണ്ടിട്ടില്ല. പാർട്ടി നടപടി നേരിട്ട് മാസങ്ങളായിട്ടും അദ്ദേഹത്തെ KTDC ചെയർമാൻ സ്ഥാനത്ത് നിന്നും നീക്കിയിട്ടില്ല. ഇത് തന്റെ വിശ്വസ്തനെ മുഖ്യമന്ത്രി എളുപ്പം കൈവിടില്ലെന്ന സൂചനയായാണ് വിലയിരുത്തുന്നത്. ഇതിനിടെ പാർട്ടി നടപടി നേരിട്ട പി.കെ. ശശിയെ 2 പദവികളിൽ നിന്നുകൂടി നീക്കിയിരിക്കുകയാണ്. അതേസമയം ശശി KTDC ചെയർമാൻ സ്ഥാനം രാജിവെച്ചേക്കുമെന്ന വിധത്തിൽ നേരത്തെ വാർത്തകൾ വന്നിരുന്നെങ്കിലും അദ്ദേഹം പദവിയിൽ തുടരുകയായിരുന്നു. പാർട്ടി നടപടിക്കെതിരെ അപ്പീൽ നൽകാനുമാണ് ശശിയുടെ നീക്കം. ജില്ലാ കമ്മിറ്റിയുടെ നടപടിക്കെതിരെ സംസ്ഥാന സമിതിയിലാണ് അപ്പീൽ നൽകുക. ചട്ടങ്ങൾ പാലിച്ചല്ല തനിക്കെതിരെ നടപടിയെടുത്തതെന്ന് ചൂണ്ടിക്കാട്ടിയായിരിക്കും അപ്പീൽ നൽകുക. ജില്ലാ കമ്മിറ്റി അംഗമായ പി.കെ. ശശിയെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പാർട്ടി സ്ഥാനങ്ങളിൽ നിന്നും നീക്കാൻ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സാന്നിധ്യത്തിൽ ചേർന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു തീരുമാനിച്ചത്. അഴിമതി നടത്തിയെന്ന അന്വേഷണ കമ്മീഷന്റെ കണ്ടെത്തലിനെ തുടർന്നാണ് പി.കെ. ശശിയെ പാർട്ടിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ പദവിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത്. CPM പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ കേസിൽ കൊടുക്കാനുള്ള ഗൂഢനീക്കവും ശശിയുടെ പുറത്തേക്കുള്ള വഴി എളുപ്പത്തിലാക്കി. ശശിയെ അടിമുടി നിസ്സഹായനാക്കുക എന്നത് ലക്ഷ്യമിട്ടാണ് KTDC ചെയർമാൻ പദവിയും CITU ജില്ലാ അധ്യക്ഷ പദവിയും ഒഴിയണമെന്ന ആവശ്യം പാലക്കാട് നേതൃത്വം ശക്തമാക്കിയത്. അച്ചടക്ക നടപടി എടുക്കുമ്പോൾ പാർട്ടി അനുവദിച്ച മുഴുവൻ പദവികളും ഒഴിയുന്നതാണ് മര്യാദയെന്നും സ്ഥാനത്ത് തുടർന്നാൽ അണികളിൽ ആശയക്കുഴപ്പം ഉണ്ടാകുമെന്നും ജില്ലാ നേതൃത്വം ആവർത്തിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ മുഖ്യമന്ത്രി തന്നെ വിശ്വസ്തനെ തുണയ്ക്കുന്ന നിലപാടാണ് ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത്. മുഖ്യമന്ത്രി, ടൂറിസം മന്ത്രി എന്നിവരോട് ഏറെ അടുപ്പം സൂക്ഷിക്കുന്ന പി.കെ. ശശി ഇപ്പോഴും KTDC കസേരയിൽ തുടരുന്നതിൽ പാർട്ടിക്കുള്ളിൽ അതൃപ്തി ശക്തമാണ്.